ഞാൻ കുറച്ച് നാളായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി എങ്ങനെയാണ് എ വീഡിയോസ് ഉണ്ടാക്കുന്നത്, ഏത് ആപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഈ എ വീഡിയോസ് ഉണ്ടാക്കാൻ ഈസി ആണോ എന്നൊക്കെ. ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനു മിസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ കുറേ നാളായിട്ട് ഈ എ വീഡിയോസ് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി എ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. കാരണം കാണുമ്പോൾ നല്ല ക്യൂട്ടാണല്ലോ എ വീഡിയോസ്. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വേയും കൂടിയാണ് എ വീഡിയോസ്. അതുകൊണ്ട് ഞാൻ ഒരു 2 ആഴ്ചയോളം ഇരുന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഒക്കെയുള്ള കുറേ എ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോസ് കുറേ കണ്ടു. എന്നിട്ട് ഒരുപാട് ആപ്പുകളാണ് ഇവർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ആപ്പിൽ കൂടെ ചെയ്യാൻ പറ്റും, ആ ആപ്പിൽ കൂടെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ. അപ്പം നമ്മൾ ഇതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ എന്താ പ്രശ്നം? ഒരുപാടെണ്ണം പേ ചെയ്യാനുള്ളതാണ്. നമുക്കാണെങ്കിൽ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ നമ്മളിപ്പോൾ ഇത്രയും പൈസയൊക്കെ മുടക്കി നമ്മൾ ഇങ്ങനെ ഒരു ആപ്പ് വാങ്ങിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതെങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കി കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചൊക്കെ ഞാൻ ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊട്ടും ഈസിയല്ല. ആദ്യത്തെ കുറേ ദിവസമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്തിടിച്ച് മുടിയൊക്കെ ഇങ്ങനെ കറണ്ടടിച്ച് പൊങ്ങി നിൽക്കൂലേ, ആ ഒരവസ്ഥയായിരുന്നു. അത്ര ടഫായിരുന്നു എനിക്കിത് ഉണ്ടാക്കാനായിട്ട്. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഐഡിയ ഉള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. അങ്ങനെ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് ഇപ്പൊ എനിക്ക് കുറച്ച് ഒരു ഈസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങളത് വ്യക്തമായിട്ട് മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇടയ്ക്കുന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ വീഡിയോ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയും കൂടെ നമുക്ക് മാറിപ്പോകും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പൊ നമ്പർ 1 ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയയാണ്. മീൻസ് ഒരു കഥ, ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ്. നമ്മൾ എന്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഇന്ന രീതിയിലുള്ള ഒരു തീമിലുള്ള വീഡിയോ ആണ് എനിക്ക് ആവശ്യം. സോ അത് ഞാൻ അവിടെ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് ഞാൻ അതിന്റെ മാക്സിമം എലാബറേറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ ChatGPT അടുത്തേക്ക് പോകും. പുള്ളിയാണല്ലോ നമ്മളെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് പറയും, എനിക്കിതിന് നല്ല ഒരു സ്റ്റോറി ഉണ്ടാക്കി, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി സീൻ ബൈ സീൻ ആയിട്ട് തരണം എന്ന് പറയും. അപ്പൊ പുള്ളി അതിനെ കറക്റ്റ് വ്യക്തമായിട്ടുള്ള ഒരു കഥയും കുറച്ച് ഡയലോഗ്സും പിന്നെ അതിന്റെ സീനും എങ്ങനെ ബാക്ക്ഗ്രൗണ്ട്സ് എങ്ങനെ വേണം എല്ലാ കാര്യങ്ങളും പുള്ളി വ്യക്തമായിട്ട് എഴുതി തരും. അപ്പൊ എഴുതി തന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് എന്താ കറക്ഷൻ കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ്സിലായിരിക്കും. നമ്മുടെ മലയാളം ഡയലോഗ് കേട്ടിട്ടില്ലേ? കമ്പ്യൂട്ടർ ഈ വീഡിയോസിലെ മിക്ക ഡയലോഗുകളും ഒരുമാതിരി കമ്പ്യൂട്ടറൈസ്ഡ് രീതിയിലുള്ള ഒരു സംസാരമായിരിക്കും. അപ്പം നമ്മൾക്ക് ഒരു പക്ക മലയാളം ഫീൽ ചെയ്യത്തില്ല. അപ്പം നമ്മൾ ആ ഡയലോഗ്സ് ഒക്കെ തരുന്നത് നോക്കിയിട്ട് നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് പറയണം, ഇത് ഈ രീതിയിലേക്ക് ആക്കി എനിക്കൊരു വീഡിയോ ജനറേറ്റിംഗ് പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയണം. കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയണം. ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ വേണേലും പറയാം, മലയാളത്തിൽ വേണേലും പറയാം, നമുക്കറിയാവുന്ന ഏത് ഭാഷയിൽ പറഞ്ഞാലും പുള്ളി നമുക്കത് ചെയ്തു തരും. അപ്പൊ പ്രോംപ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ജെമിനിയിലേക്കാണ്. ജെമിനി എന്നാണോ ജെമിനി എന്നാണോ പറയുന്നത് എനിക്കറിയില്ല. ജെമിനി, ഓക്കെ, ജെമിനി നമുക്ക് പറയാം. അപ്പൊ ജെമിനിയിലേക്ക് ചെന്നിട്ട് നമ്മൾ ഈ സീൻ ബൈ സീൻ ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ആ സ്ക്രിപ്റ്റിലെ ഫസ്റ്റ് സീൻ എടുക്കുക, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിനകത്തെ ക്യാരക്ടർ ഒക്കെ നമ്മൾ കോപ്പി ഒന്ന് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയി ജെമിനിയിൽ, ഞാൻ ചെയ്യുന്നതാണ്, ജെമിനിയിൽ പേസ്റ്റ് ചെയ്യും. അതിനകത്ത് എക്സ്ട്രാ ഡയലോഗ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല, ഓൺലി നമ്മൾ ആവശ്യപ്പെടുന്ന ആ സ്ക്രിപ്റ്റിനകത്തെ ബാക്ക്ഗ്രൗണ്ട് തീമും മാത്രം. എന്നിട്ട് ഇപ്പൊ എനിക്ക് ക്യാരക്ടറിനെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോയാണ് കൊടുത്തത്. നമുക്ക് പുറത്തുള്ളവരുടെ ഫോട്ടോ കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ല, കിഡ്സിന്റെയും ടീനേജേഴ്സിന്റെയും ഫോട്ടോസ് കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമേജസോ വീഡിയോസോ ഒന്നും കിട്ടത്തില്ല. ഞാൻ എൻ്റെ തന്നെ ഫോട്ടോ കൊടുത്തിട്ടാണ് ഒരു AI ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഒരെണ്ണം അങ്ങനെ വെച്ചിരിക്കുകയാണ്. എല്ലാ വീഡിയോസ് ഉണ്ടാക്കുമ്പോഴും ഞാൻ ആ ഇമേജ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ സീനുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും, ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പുറത്തുള്ളവരുടെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഒരെണ്ണം ഇങ്ങനെ സെറ്റ് ആക്കി വെക്കണം. അപ്പൊ നമ്മൾ അത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു AI വീഡിയോ. അപ്പൊ നമുക്ക് ഏജും വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഈ ഏജിലുള്ള, ഇപ്പൊ എന്നെ ഒരു 70 വയസ്സുള്ള ആളാക്കാനും പറ്റും, ഒരു 18-20 വയസ്സുള്ള ആളാക്കാനും പറ്റും. അങ്ങനെ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജെമിനി നമുക്ക് നല്ല ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ ആ ഇമേജും നമ്മൾ ഉദ്ദേശിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിന്റെ ഡിസ്ക്രിപ്ഷനും എല്ലാം കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജെമിനി നമുക്ക് നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെയും കൂടെ വെച്ചിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കി തരും. അങ്ങനെ ആ ഇമേജ് നമ്മൾ സീൻ ബൈ സീൻ ആയിട്ട് ഉണ്ടാക്കണം. അപ്പം ഞാൻ എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവിയൽ ഉണ്ടാക്കാൻ പോകുന്നു.
അപ്പം ഞാൻ അവിയൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം കൗണ്ടർ ടോപ്പിൽ എന്താ പറയുക സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാനുള്ള ആൾ പുറകെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുക്കുവാണെങ്കിൽ അങ്ങനെ വരും. അടുത്ത പ്രോംപ്റ്റിൽ ഞാൻ പച്ചക്കറി അരിയുന്നതായിട്ട് പറയും, അപ്പോൾ അത് വരും. അങ്ങനെ കണ്ടിന്യൂസ് ആണ് ഓരോ സീൻ ബൈ സീനിലും തീരുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ സീനിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്താണോ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതിയിട്ട് അങ്ങ് കൊടുക്കുമ്പോൾ ആ ഇമേജസ് കിട്ടും. ഈ ഇമേജസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെക്കണം. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ എല്ലാത്തിൻ്റെയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഞാൻ കൊടുത്തേക്കാം. ഞാൻ ചെയ്യുന്ന രീതികൾ ഞാൻ കൊടുക്കാം. അപ്പം അതും കൂടെ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റും ഇമേജസും എല്ലാം സെറ്റായി. ഇനി നമ്മൾ വീഡിയോ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു പണി. അപ്പം നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ ഫ്ലോ AI എന്നുള്ള ആപ്പോ അല്ലെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റ് എന്നുള്ള ആപ്പോ നമുക്ക് യൂസ് ചെയ്യാം. ഈവൻ നമുക്ക് യൂട്യൂബിൽ ഡയറക്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം യൂട്യൂബിൽ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് എന്നുള്ള സംഭവം എടുത്തു കഴിയുമ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ മേളിൽ ഒരു AI ഇമേജ് കാണും. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറേറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഈ പ്രോംപ്റ്റും ഇമേജസും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 സെക്കൻഡിൻ്റെ വീഡിയോ കിട്ടും. പക്ഷെ എൻ്റെ പ്രശ്നം, എനിക്ക് ഐഫോൺ ആണ്. അപ്പം അതിലേക്ക് ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗാലറിയിലേക്ക് സേവ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് കാണിക്കുന്നില്ല. പക്ഷെ മറ്റു പലർക്കും അത് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ അവരുടെ ഫോൺ ഏതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കാണിക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 സെക്കൻഡിന്റെ വീഡിയോ ചിലപ്പോൾ 3 വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ലിമിറ്റ് ചിലപ്പോൾ നമുക്ക് അവർ തരത്തുള്ളൂ. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കണം. ഓരോ തവണയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു തവണ ഇവിടെ ഒരു മുണ്ടും ഷർട്ടും ഇട്ട് നിൽക്കുന്ന ആൾ കുറച്ചു നേരം കഴിഞ്ഞ് അടുത്ത തവണ നോക്കുമ്പോൾ വേറൊരു മുണ്ടും ഷർട്ടും ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു കളർ ആയിരിക്കും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേറെ ആയിരിക്കും. അപ്പം നമ്മൾ അതെല്ലാം കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. ഈ ഒരു പ്രോംപ്റ്റിനകത്ത് ആകെ 900 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പം ആ ഒരു ഇത് മൊത്തം യൂസ് ചെയ്ത് നമുക്ക് പറയാനുള്ള സീന്, ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഈ എന്താ പറയുക ഡയലോഗ്സ്, അതിൻ്റെ കൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതണം. ക്യാരക്ടറിനെ സെയിം ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് സെയിം ആയിരിക്കണം, ഡ്രസ്സ്, അവരുടെ ആക്സസറീസ്, അവരുടെ ഫേസ് ടോണ്, സ്കിൻ ടോൺ, ഇതെല്ലാം ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ഇതും കൂടെ എഴുതി അതിലേക്ക് വെച്ചേക്കണം. അപ്പം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഓരോ സീൻ ബൈ സീനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗൂഗിൾ ഫ്ലോ AI കൂടെയാണ്. അത് നമ്മൾ എന്താ പറയുക ഗൂഗിൾ ക്രോമിൽ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുള്ളിടത്ത് നമ്മൾ ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് റേഷ്യോസ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. 16:9 ആണോ 9:16 ആണോ ഏതാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഗൂഗിൾ AIക്കകത്ത്. അപ്പം ഗൂഗിൾ ഫ്ലോ AI അതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് അവിടെയും നമുക്കത് സേവ് ചെയ്ത് യൂസ് ചെയ്യാം. അതും എൻ്റെ മൊബൈലിൽ എനിക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറയുന്ന ആപ്പിനകത്താണ്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ക്രിയേറ്റ് ആണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്ന ആപ്പ്. യൂട്യൂബ് ക്രിയേറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ജനറേറ്റ് AI വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ പ്രോംപ്റ്റ് കൊടുക്കാനും ഇമേജസ് കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പം അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇമേജസ് ജനറേറ്റ് ചെയ്യുമ്പോഴേക്കും കുറച്ച് സമയം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ താഴെ ടൈം എടുത്തിട്ട് അത് നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്ത് തരും. അപ്പൊ യൂട്യൂബ് ക്രിയേറ്റിനകത്ത് ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേതുപോലെ തന്നെയാണ്. ശരിക്കും നമുക്ക് 3 വീഡിയോസ് അല്ലെങ്കിൽ 4 വീഡിയോസ് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതും 8 to 10 സെക്കൻഡ് ഈച്ച്. പക്ഷേ എങ്കിൽ അതിനകത്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 1 മണി മുതൽ രാവിലെ 9 മണി വരെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്ന് വെച്ച് രാത്രി 1 മണിക്ക് പോയിരുന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. തലേ ദിവസം നമ്മൾ ഈ പറയുന്ന പ്രോംപ്റ്റും ഇമേജസും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഒരു രാവിലെ 5 മണി മുതൽ ഒരു 9 മണി വരെ ഇരുന്ന് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വീഡിയോ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന വീഡിയോസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയും മണിക്കൂർ കൊണ്ട് 1 മിനിറ്റിന്റെ വീഡിയോ എന്ന് നിങ്ങളോട് പറയാൻ കാര്യം, നമ്മൾ ഒരു 10 വീഡിയോ ക്രിയേറ്റ് ചെയ്താലായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു വീഡിയോ സെറ്റായി വരുന്നത്. ഈ ഒരു 10 സെക്കൻഡിന്റെ വീഡിയോ സെറ്റായി വരുന്നത് നമ്മളത് പലതവണ റിപ്പീറ്റ് ചെയ്താണ് ഇതിനെ നമ്മുടെ ഇഷ്ടത്തിനൊന്ന് ആക്കിയെടുക്കുന്നത്. യൂട്യൂബ് ക്രിയേറ്റിൽ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രോജക്റ്റ് എന്ന് പറയുന്ന അത് അടിയിൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അതിനെ കണക്ട് ചെയ്ത് അടുത്ത വീഡിയോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ജനറേറ്റ് വീഡിയോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം ക്യാരക്ടറിനെയും ബാക്ക്ഗ്രൗണ്ടിനെയും ഒക്കെ വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ സേവ് ചെയ്തിട്ട്
സേവ് ചെയ്യാതെ ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത്. ഡിലീറ്റ് ചെയ്യുകയോ അല്ലെ ബാക്ക് അടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിതെല്ലാം സേവ് ചെയ്തതിന് ശേഷം ഇൻഷോട്ടിൽ നമുക്ക് അത് എഡിറ്റ് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വീഡിയോ ആക്കി എടുക്കാം. ഇനി ഞാനൊരു കാര്യം പ്രത്യേകം പറയട്ടെ, എനിക്ക് ഒരാളോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിയത്തില്ല. എനിക്ക് കാണിച്ചു കൊടുക്കാൻ, ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും, പക്ഷെ എനിക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അപ്പം എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് കളഞ്ഞേക്കണം. പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇട്ടതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, DM ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളാരും എന്നെ കളിയാക്കാൻ വേണ്ടി വരരുത്. കാരണം നിങ്ങൾ അറിയാവുന്ന ഇതുപോലെ ഇത് ചെയ്യാൻ അറിയാവുന്നതും പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്നതുമായിട്ടുള്ള ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്കാണ് പറഞ്ഞു കൊടുക്കാനോ ചെയ്യാനോ അറിയാൻ വയ്യാത്ത എന്നെ പോലെയുള്ള ഒരാൾ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾ അറിയാവുന്നവർ ഇതിനെ അങ്ങ് വിട്ട് കളഞ്ഞേക്കണം. പിന്നെ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും കറക്ഷൻസ് പറഞ്ഞു തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.